ചെറിയ ചാളമീൻ വാങ്ങുവാണെങ്കിലോ അതാ ഇതുപോലെ ഒന്ന് പീര് പറ്റിച്ച് നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഇത് മാത്രം അതിൻ്റെ ഉച്ചയ്ക്ക് ചോറിന് അത്രയ്ക്ക് രുചിയാണ്. ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 2 ചെറിയ സവാള ഒന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാവേ. വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടാവേ. കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് വയന്ന് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു 1.5 സ്പൂണോളം മുളക് പൊടിയും ഒരു 1/2 സ്പൂണോളം മഞ്ഞളുടെ പൗഡറും ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ മത്തി കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. കാരണം ചാളമീനൊന്നും കൂട്ടാത്ത ആളുകൾ ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. ഒരുപാട് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും, ഇരിക്കുന്നവരും നല്ല സെറ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഇത് കുഞ്ഞ് തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. അതല്ലെങ്കിൽ നിങ്ങൾ വലിയ തക്കാളി ആണെങ്കിൽ ഒരൊറ്റ തക്കാളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുടപ്പുളിക്ക് പകരമായിട്ട് വാളംപുളി ഉണ്ടല്ലോ, ഞാൻ വാളംപുളി ഇട്ടിട്ടേക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം പീര് വരച്ചിരിക്കും, കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മുടെ ആ ഒരു സവാള ഇതൊക്കെ വഴറ്റി വെച്ചേക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ പീര പറ്റിച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നുള്ള വെള്ളം ഈ ഒരു ജാറിൽ നിന്ന് തന്നെ ഒരു ഇത്രയും കൂടെ അങ്ങനെ കഴുകി എടുത്ത് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇത്ര വെള്ളമായിട്ട് ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു തക്കാളിയുടേതായ ഒരു പച്ച ചൊവയൊക്കെ ഉണ്ടല്ലോ ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് കൂട്ടിളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തേങ്ങ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങ ചിരവാനായിട്ട് എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യണേ. ഇതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തേങ്ങ ചിരണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ വേണ്ട, നമുക്ക് എളുപ്പമല്ലേ. ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുക, എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ കറക്കുവായിട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ, ചെറിയൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കത്തില്ലേ, തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കൊട്ടിയേക്കുന്ന തേങ്ങയുടെ ഇതെല്ലാത്തിൻ്റെ കൂടെ മസാല ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു അടപ്പത്ത് തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം കേട്ടോ. എന്നാലാണ് ആ തക്കാളിയുടേതായ ഒരു പച്ചച്ചോവയും ഒക്കെ കൂടി ഒന്ന് സെറ്റായി വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളി വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു ഇത്തിരി വെള്ളത്തിൽ കിടന്നിട്ട് വേണം കേട്ടോ ഈ മീൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. കടലാക്രമണങ്ങൾക്ക് ആക്കി വെക്കരുത് കേട്ടോ, കാരണം ഒരുപാട് വെള്ളം വേണ്ടല്ലോ. പീര വറ്റിച്ചതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഒരു നുള്ളി വെള്ളം വേണമെങ്കിൽ ഒത്തിരി കൂടി ഒന്ന് തളിച്ച് കൊടുക്കണം. ഇതിന് ശേഷം ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരുപാട് കൂട്ടുകൾ ഇട്ട് ഇളക്കരുത് കേട്ടോ, അതിങ്ങനെ ഉടഞ്ഞൊടിഞ്ഞ് പോകും. അപ്പം ജസ്റ്റ് ഫസ്റ്റിലെ തന്നെ നമ്മളിങ്ങനെ വാരിയിട്ടിങ്ങനെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മസാല ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഈ ഗ്രേവിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി തൂളി കൊടുക്കുക. അതിനുശേഷം മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് കുഞ്ഞ് ചാളയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നേരം കൊണ്ടൊക്കെ ആവും. ഒരുപാട് 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കരുത്. ജസ്റ്റ് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ പാത്രം തന്നെ ഒന്ന് വെച്ചൊന്ന് ഇളക്കി ഇങ്ങനെ ജസ്റ്റ് ആ പാത്രം തന്നെ ഒന്ന് അനക്കി എടുക്കത്തില്ല, അതുപോലെ വെച്ച് എടുത്താൽ മതി, അല്ലെങ്കിൽ ഉടഞ്ഞുടഞ്ഞ് പോകും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് തൂളി കൊടുക്കാം. ഇതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം അത് സെറ്റായി വന്നതിന് ശേഷം എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ശരിക്കും. ആ നമ്മൾ വാളംപുളിയൊക്കെ അരച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രേവിക്ക് തന്നെ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. നല്ല ആ ചാളയിലേക്കൊക്കെ പുളിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പം ഈ ചാളയും അതുപോലെ തന്നെ ആ മസാലയൊക്കെയും എടുത്ത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുഞ്ഞ് ചാള കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക. ചെറിയ ചാള വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഇതുപോലെ ടിപ്സിന് വീഡിയോസ് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ കൂടി ചെയ്ത് എത്തിക്കാം കേട്ടോ.